ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉള്ളിത്തണ്ട് തോരൻ വയ്ക്കാനാണ് പോണ്. നമുക്ക് ഉള്ളിത്തണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഉള്ളിത്തണ്ടാണ്. നമുക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു തോരൻ വയ്ക്കാം കേട്ടോ. ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാൻ 2 നാളികേരം, ജീരകം, ചെറിയ ജീരകം, പച്ചമുളക്, ഇഞ്ചി. ഇത് നമുക്ക് അവിലിനൊക്കെ തയ്യാറാക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ മിക്സിയിൽ. നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അധികം അരയേണ്ട, വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടോ നമ്മൾ അരച്ചേക്കണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പച്ചമുളക് ഇഞ്ചിയൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു പകുതി സബോളയാണ് കേട്ടോ അത്. സബോള വാടാനോ നിൽക്കണ്ട, നമുക്ക് ഇതിലേക്ക് ഈ തണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിത്തണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ചീരയിലിട്ട് വേവുന്ന അത്രയും തന്നെ ഇതിനും വേവ് ഉള്ളൂ കേട്ടോ. ഈ അരപ്പും കൂടെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഫ്രഷ് ആയിട്ടുള്ള സാധനം അപ്പം തന്നെ നമ്മൾ പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ. അതിൽ ഇതൊരു 5 മിനിറ്റ് വേവുള്ളൂ കേട്ടോ ഇതിന്. ഇതൊന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് പിന്നെ ഒന്ന് ഗ്യാസ് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് വെറുതെ ഇളക്കിയെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. കറി റെഡി ആയില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് മാത്രം മതി. നമുക്കിനി ഒന്ന് വേണമെങ്കിൽ തീ കൂട്ടിയിട്ട് ഒന്ന് വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാട്ടോ. ഉള്ളിത്തണ്ടൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പണിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തോരനൊക്കെ വയ്ക്കാനുള്ള കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.